ലൈംഗികാരോപണങ്ങളിൽപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെച്ചാൽ വിനയാക്കുമോ എന്ന ആശങ്കയാണ് കോൺഗ്രസിന്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 1 വർഷം കാലാവധി ഇല്ലാത്തതിനാൽ രാഹുൽ നിയമസഭാംഗത്വം രാജിവെച്ചാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയില്ല. ജനപ്രാതിനിധ്യ നിയമപ്രകാരം ഉപതെരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ നിയമസഭയ്ക്ക് 1 വർഷമെങ്കിലും കാലാവധി വേണം. എന്നാൽ തിരഞ്ഞെടുപ്പിന്റെ പ്രസക്തി നിശ്ചയിക്കാനുള്ള അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന നിയമോപദേശമാണ് കോൺഗ്രസിന് ലഭിച്ചത്. ഇതനുസരിച്ച് ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചാൽ രാഷ്ട്രീയമായ തിരിച്ചടി നേരിട്ടേക്കാമെന്ന ഭയവും കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ CPI നേതാവ് വാഴൂർ സോമൻ അന്തരിച്ചത് മൂലം ഒഴിവുവന്ന പീരുമേട്ടും ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും. ഇവിടെ ഇടതുമുന്നണി വിജയിക്കുമെന്നാണ് UDF കേന്ദ്രങ്ങൾ കണക്കുകൂട്ടുന്നത്. പാലക്കാട് BJPക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ്. ഇവിടെ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ അത് വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്കും മുന്നണിക്കും ദോഷം ചെയ്യുമെന്ന് ഒരു വിഭാഗം നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. നിയമസഭയ്ക്ക് 1 വർഷം കാലാവധി ബാക്കിയില്ലെന്ന കാരണത്താൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ ജനപ്രാതിനിധ്യ നിയമപ്രകാരം വ്യവസ്ഥയില്ല. എന്നാൽ ഹരിയാനയിലെ കർണാൽ ഉപതെരഞ്ഞെടുപ്പ് കേസിൽ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ വിധി ഇതിന് വിരുദ്ധമായിരുന്നു. പ്രത്യേക സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് 1 വർഷമാണെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് നടത്താമെന്നാണ് ഈ കേസിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം. ഈ വിധി സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിലൂടെ സ്റ്റേ ചെയ്തെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് നടത്താനുള്ള കമ്മീഷന്റെ അധികാരത്തെ ചോദ്യം ചെയ്തിട്ടില്ല. രാജി പ്രഖ്യാപിക്കാതെയും ഗുരുതര ആരോപണങ്ങൾക്ക് മറുപടി നൽകാതെയുമായിരുന്നു ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാർത്താ സമ്മേളനം. പ്രതിരോധിക്കാൻ ശ്രമിച്ചത് ട്രാൻസ്ജെൻഡർ അവന്തികയുടെ ആരോപണങ്ങളിൽ മാത്രമായിരുന്നു. വാർത്താ സമ്മേളനത്തിന് തൊട്ടു പിന്നാലെ പാർട്ടിക്കുള്ളിലെ വിമർശകർക്ക് പരോക്ഷ മറുപടി നൽകുന്ന ഫേസ്ബുക്ക് പോസ്റ്റും രാഹുൽ പങ്കുവച്ചു. വാർത്താ സമ്മേളനത്തിന് പിന്നാലെ നാടകീയ നീക്കങ്ങളും ഉണ്ടായി. വീട്ടിൽ നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് യാത്ര പുറപ്പെട്ടെങ്കിലും പൊടുന്നനെ യാത്ര അവസാനിപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങി. MLA ബോർഡ് വെച്ചുള്ള യാത്രയ്ക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഏറെയായിരുന്നു. കോൺഗ്രസിലെ വനിതാ MLA മാർ ഉൾപ്പെടെയുള്ളവർ രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട് മുന്നോട്ട് വന്നവരിൽ ഉൾപ്പെടുന്നു.